എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് കറി തയ്യാറാക്കാം കേട്ടോ. ഇത് നമ്മൾ വിശേഷ ദിവസങ്ങളിൽ തയ്യാറാക്കാം, സാധാരണ ഉള്ള ദിവസങ്ങളിലും തയ്യാറാക്കാം. 1.5 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ 1/2 കിലോ ഉള്ളി ചേർക്കുക, ഇല്ലെങ്കിൽ 2 ചെറിയ സവാള സ്ലൈസ് ചെയ്ത് ഹാഫ് സ്ലൈസ് ആണ്, 7-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർക്കുക. ഉപ്പ് 2 ടീസ്പൂൺ ഇപ്പം ചേർക്കാം. 2 ടീസ്പൂൺ ചേർത്തതിന് ശേഷം നിങ്ങളുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക. ഒരല്പം ഉപ്പ് കുറവായിരിക്കും, നിങ്ങളൊരു ഇച്ചിരും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 പച്ചമുളക് ചേർക്കണം, പിന്നെ ധാരാളം കറിവേപ്പിലയും ചേർക്കുക. ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഇറച്ചിനെ തിരുമ്മിയെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമണം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ തിരുമുന്ന സമയത്ത് ഇതിന് ഒട്ടും മസാലകളൊന്നുമില്ല, നമ്മൾ ഗരം മസാല ഒന്നും ഈ കൂട്ടത്തിൽ ഇപ്പോൾ ചേർക്കുന്നില്ല. കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് തിരുമിയതിന് ശേഷം ഇത് ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വേവാനായിട്ട് വെക്കുക. ഇത് വേവാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ബാക്കി അരപ്പുകളൊക്കെ തയ്യാറാക്കാം. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാർ ഇറച്ചി തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു രീതിയാണിത്. നമ്മൾ ഇറച്ചി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി മൺചട്ടിക്കകത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഒന്നെങ്കിൽ പച്ചയ്ക്കായിരിക്കും മസാല അരയ്ക്കുക, അല്ലെങ്കിൽ വറുത്തരയ്ക്കും അരയ്ക്കുക. അപ്പം നമ്മളിവിടെ വറുത്തരച്ച കറിയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ഒരുപാട് മൂപ്പിച്ച് വറക്കുന്നതല്ല, ഒരു നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് മാത്രം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് അവിടെ ഇരുന്ന് തിളച്ച് വേകാൻ തുടങ്ങട്ടെ. നമുക്കിപ്പുറത്ത് മസാല റെഡിയാക്കി എടുക്കാം. ഇതെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഇപ്പുറത്തൊരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് എക്സ്ട്രാ ഹോട്ട് മുളക് പൊടിയാണ്, അതുകൊണ്ട് 2 ഉള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ തീ കുറച്ചിട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. തീ നന്നായിട്ട് കുറച്ചിട്ടേ എടുക്കാവുള്ളൂ, മൂത്ത് പോകരുത്, മൂത്തിൻ്റെ കളറും പോകാൻ പാടില്ല. അപ്പോൾ ഈ മുളക് പൊടി എക്സ്ട്രാ ഹോട്ട് മുളക് പൊടി ആയതുകൊണ്ട് എനിക്ക് 2 ടേബിൾ സ്പൂണേ ചേർക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ എരിവില്ലാത്ത മുളക് പൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അത്രയ്ക്ക് എരിവാണ് എൻ്റെ മുളക് പൊടിക്ക്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കാത്തത്. ഓക്കെ, ഇതെൻ്റെ നമ്മുടെ ഇറച്ചി അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ച മസാല നമ്മൾ അവിടെ ഇരുന്ന് തണുക്കാനായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മളൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, ഇറച്ചി അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇങ്ങനെ നന്നായിട്ട് തിളയ്ക്കുന്ന ഈ ഇറച്ചിയുടെ ചാറിനൊക്കെ നല്ല രുചിയാണ് കേട്ടോ. ഇറച്ചിയുടെ യഥാർത്ഥ ടേസ്റ്റുള്ള ചാറാണത്. കണ്ടല്ലോ, അത് മസാല കുറവാണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട, ഇറച്ചിയല്ലേ, പോത്തിറച്ചിക്ക് നല്ല വേവുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് സാവധാനത്തിൽ വെന്തോട്ടെ. അപ്പം അപ്പുറത്ത് മസാല ഞാൻ അരച്ച് വന്നിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പോലെയാക്കി അരച്ചെടുത്തു. അപ്പോൾ ഈ കറി ശരിക്കും പറഞ്ഞൊന്ന് ചുമന്ന കളറിലിരിക്കണം, പക്ഷേ മുളക് പൊടി കുറവ് ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്ര ചുമന്ന കളർ നമുക്കിതിന് കിട്ടത്തില്ല. അപ്പം നമ്മൾ അരച്ച് മസാലക്കൂട്ടിനെ അതിലേക്ക് ചേർക്കുക. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ശകലം വെള്ളമൊക്കെ നമ്മൾ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കണം. എങ്ങനെ പോയാലും നിങ്ങൾ ഒരുപാട് വെള്ളം ചേർത്ത് ഒരുപാട് ചാറാക്കി കളയരുതേ. ഇറച്ചിക്ക് സ്വല്പം മേളിലായിട്ട് വെള്ളം നിൽക്കാവുള്ളൂ. അതിൽക്കുള്ള ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ചാറായിപ്പോവും. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയുടെ ജാറും എല്ലാം ഒന്ന് കഴുകി ഒരു ലേശം വെള്ളം കൂടെ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ മൂടി വയ്ക്കുക. ഇനി അവിടെ ഇരുന്ന് സാവധാനം അവിടെ ഇരുന്ന് വെന്തോട്ടെ. ഇനി നമ്മൾ ഇതിനകത്ത് മറ്റൊന്നും ചേർക്കാനില്ല, അവസാനം കടുക് തളിച്ച് ചേർക്കുന്ന മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ശൂക്കം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണിത് കേട്ടോ. അതുപോലെ തന്നെ അധികം എണ്ണ ചേർക്കുന്നില്ലാത്തൊരു കറിയും കൂടിയാണ്. പിന്നെ രുചിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നമ്മൾ വീട്ടിൽ പണ്ടൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു ടേസ്റ്റിലൊരു കറി. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് അടപ്പമൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇറച്ചിയുടെ വേവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വേവ് അനുസരിച്ചാണ്. ഇവിടെ ഒരുപാട് വെന്ത് സോഫ്റ്റായി പോകുന്ന ബീഫ് ഇഷ്ടമില്ല, അതുകൊണ്ട് അതിൻ്റെ പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇറച്ചി ഇവിടെ വെന്ത് ഓൾറെഡി ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. ഇങ്ങനെ കുക്കറിലല്ലാണ്ട് വെക്കുമ്പോൾ അരമണിക്കൂറെങ്കിലും എടുക്കും. ഇതിലേക്ക് നമുക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒരുപാട് ഒഴിക്കണ്ട, ഞാൻ പറഞ്ഞ ഇറച്ചിക്കൊപ്പം ചാറ് നിന്നാൽ മതി. അത്യാവശ്യം ചാറുണ്ട്, ഒരുപാട് ചാറ് കൂടുതലുള്ള രീതിയിലല്ല അതിൻ്റെ മസാലയൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളതിലേക്ക് കടുക് തളിച്ച് ചേർക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എണ്ണ ഏറെ വേണ്ടിയവർക്ക് എണ്ണ ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ധാരാളം ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്തേ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രധാന രുചി എന്ന് പറയുന്നത്. ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് നമ്മൾ കടുക് താളിക്കുമ്പോഴാണ്. അപ്പോൾ ഇഷ്ടം പോലെ 5-8 ഉള്ളി അരിഞ്ഞ് വട്ടത്തിലരിഞ്ഞിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന കറിയിലേക്ക് ചേർക്കുക. ഇൻ കേസ് ഇനി കറിക്ക് ഒട്ടും ചൂടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ.
കറിയിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കപ്പ, കള്ളപ്പം, അപ്പം, ചോറ് ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് പറ്റിയ നല്ല നാടൻ ടേസ്റ്റുള്ള ഒരു നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഗരം മസാല കഴിഞ്ഞ ദിവസം ഞാനിട്ട ഗരം മസാലയുടെ അതേ ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഗരം മസാലയുടെ ടേസ്റ്റ് മുന്നേക്ക് വേണ്ടിയവർ കൂടുതൽ ചേർക്കുക. വറുത്ത് പൊടിച്ച് വെക്കുന്ന ഗരം മസാല ഏത് സമയത്ത് വേണമെങ്കിലും കറിക്ക് ചേർക്കാം. ഈവൻ കടുക് പൊട്ടിക്കുന്ന സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഒരു കിടിലൻ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൺ.